ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. എങ്ങനെ അഡോബ് എക്സ്ഡിയിൽ ഈസി ആയിട്ട് ഒരു ആനിമേറ്റഡ് പ്രീലോഡർ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത്. ഒരു സ്പ്ലാഷ് സ്ക്രീൻ ക്രിയേറ്റ് ചെയ്തതിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അത് കാണാൻ ശ്രമിക്കുക. കാരണം ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ഒന്നുകിൽ ഒരു സ്പ്ലാഷ് സ്ക്രീൻ അല്ലെങ്കിൽ ഒരു പ്രീലോഡർ നിങ്ങൾക്ക് മസ്റ്റായിട്ടും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു സ്പ്ലാഷ് സ്ക്രീൻ എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഓൾറെഡി നമ്മൾ ഇട്ടിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ അത് കാണണം. അടുത്ത നമുക്ക് സ്പ്ലാഷ് സ്ക്രീൻ പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രീലോഡർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന പോലുള്ള ഈ അനിമേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രീലോഡർ എങ്ങനെ ഈസി ആയിട്ട് അഡോബ് എക്സ്ഡിയിൽ ചെയ്യാമെന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ അഡോബ് എക്സ്ഡിയിൽ ഒരു മൊബൈൽ റെസൊല്യൂഷൻ ക്യാൻവാസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാൻ iPhone 10 ഒരു ക്യാൻവാസാണ് എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ക്യാൻവാസ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഞാൻ അതിനെ റീനെയിം ചെയ്ത് ചുമ്മാ 01 എന്ന് പേര് കൊടുത്തു. അതിനകത്തായിട്ട് നമ്മൾ uxuimaniയുടെ ലോഗോ പ്ലേസ് ചെയ്തു. ഓക്കെ, ഞാൻ ആ ലോഗോ പ്ലേസ് ചെയ്തതിൻ്റെ കാരണം ഈ ലോഗോയിൽ യൂസ് ചെയ്തിരിക്കുന്ന കളർ ഗ്രേഡിയൻസിൽ നിന്നും 2 കളേഴ്സ് പിക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ ലോഗോ എടുത്തത്. നമുക്ക് ഈ ഒരു കാണുന്ന ഒരു ബ്ലെൻഡിങ് കളേഴ്സ് ഉണ്ടല്ലോ, ഈ ഓറഞ്ചിൻ്റെ ഒരു പർപ്പിളിൻ്റെ ഒരു ബ്ലെൻഡിങ് കളേഴ്സിൽ നിന്ന് ഞാൻ ഇവിടുന്ന് 2 കളേഴ്സുകളൊന്ന് സെലക്ട് ചെയ്തെടുക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ 2 കളർ ടോണുകളും നമുക്കൊന്ന് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം ആ കളറുകൾ രണ്ടും ഒന്ന് പേസ്റ്റ് ചെയ്ത് ഇവിടെ വെക്കുകയാണ്. ദെൻ സെക്കൻഡ് കളറായിട്ടുള്ള നമ്മുടെ ഈ ഒരു ഓറഞ്ച് ഇഷ്യൂ. ഓക്കെ, ഓറഞ്ച് സെലക്ട് ചെയ്ത് ഞാൻ ആ കളറ് പിക്ക് ചെയ്ത് ഞാനിവിടെ 2 കളറിൻ്റെയും 2 ഡോട്ട്സ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഈ ഒരു കളർ നമ്മുടെ ഒരു ബ്രാൻഡിങ്ങുമായിട്ടൊരു ഹാർമണി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഇതേ കളറിലുള്ള 2 സർക്കിൾസ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്തു. അതിന് ഞാൻ അറൗണ്ട് ഒരു 20 × 20 വിഡ്ത്തും 20 ഹൈറ്റും കൊടുത്തു. ആ സർക്കിൾ നമ്മുടെ ബ്രാൻഡിങ് കളർ പ്രകാരം ഈ ഒരു പിങ്ക് കളർ ഫില്ല് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ റെക്റ്റാങ്കിൾ ടൂൾ എടുത്ത് ഒരു 100 പിക്സൽ വിഡ്ത്തിലും 100 പിക്സൽ ഹൈറ്റിലുമുള്ള ഒരു സ്ക്വയർ ക്രിയേറ്റ് ചെയ്യുകയാണ്. സ്ക്വയർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അത് പേജിൻ്റെ സെൻട്രലായിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ Shift M അടിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് വെർട്ടിക്കൽ സെൻറ്റർ ആകും. Shift C ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഹൊറിസോണ്ടൽ സെൻറ്റർ ആകും. ഓക്കെ, അത് സെൻറ്ററിൽ വെച്ചതിന് ശേഷം ഞാൻ ഈ ബബിൾ എടുത്ത് ഇതിൻ്റെ ലെഫ്റ്റ് പോർഷനിലായിട്ട് കണക്ട് ചെയ്യുന്നു. ദെൻ ഒരു ഓൾട്ട് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് റൈറ്റ് സൈഡിലായിട്ട്. ഓക്കെ, ദെൻ 2 ബബിൾസുകളും കൂടെ Ctrl+G അടിച്ച് ഗ്രൂപ്പ് ചെയ്തിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്, Ctrl+D. ഓക്കെ, ദെൻ ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് സെൻട്രലായിട്ട് തിരിച്ചും ഒരു ബബിൾ സെറ്റ് ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു 4 ബബിൾസുകൾ 4 സർക്കിൾ ഷേപ്പുകൾ കൊണ്ട് ഒരു ബോക്സ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ദെൻ നമുക്ക് ഈ കാണുന്ന ബോക്സിനെ ഞാനിവിടെ ഔട്ട്ലൈൻ കളറും സ്ട്രോക്ക് കളറും ഫിൽ കളറും ഞാൻ അങ്ങ് ഓഫ് ചെയ്തു. ഓക്കെ, അപ്പോൾ ആ കളർ അത് ഹൈഡായി. അതിനുശേഷം ഞാൻ ഈ ഫയൽ സെലക്ട് ചെയ്ത് Ctrl+D അടിച്ച് ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. ദെൻ ആ ഫയലിന് 02 എന്ന് പേര് കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഈ ബബിൾസുകളെ സെലക്ട് ചെയ്തുകൊണ്ട് ഞാൻ ഷിഫ്റ്റ് അടിച്ച് ചെറുതാക്കുകയാണ്. അറൗണ്ട് ഒരു ചെറിയ കുറച്ച് സൈസ് കുറഞ്ഞാൽ മതി. ഒരു 60 × 60 വിഡ്ത്തിലേക്ക് ഞാൻ ഇതിനെ ട്രാൻസ്ഫോം ചെയ്ത് ചെറുതാക്കി. ഓക്കെ, ചെറുതാക്കിയതിന് ശേഷം ഞാൻ ആ ബബിൾസുകൾക്ക് നമ്മുടെ അടുത്ത കളറായ ഓറഞ്ച് ഫില്ല് ചെയ്തു. ദെൻ ഇത് സെലക്ട് ചെയ്ത് റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു റൊട്ടേഷൻ കാണാം. അവിടെ വന്ന് അത് 90 ഡിഗ്രി ആയിട്ട് സെറ്റ് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഞാൻ വീണ്ടും ഒന്നാമത്തെ ഫയലിൽ വന്ന് സെലക്ട് ചെയ്ത് Ctrl+D അടിച്ച് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്തു. അതിന് ഞാൻ 03 എന്ന് പേരും കൊടുത്തു. ഓക്കെ, ദെൻ ആ ബബിൾസ് ഞാൻ വീണ്ടും സെലക്ട് ചെയ്തതിന് ശേഷം റൊട്ടേഷനിലായിട്ട് ഞാൻ 180 ഡിഗ്രിയിലേക്ക് അതിനെ സെറ്റ് ചെയ്യുകയാണ്. സെറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമുക്ക് കാണാം ഒരു 3 ഫയൽസുകളായിട്ട് നിങ്ങൾക്ക് 1, 2, 3 എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. വളരെ ഈസിയാണ്, ശ്രദ്ധിച്ചോളുക. അതിനുശേഷം ടോപ്പിലായിട്ട് പ്രോട്ടോടൈപ്പിലേക്ക് വരിക. ഫസ്റ്റ് ഫയൽ സെലക്ട് ചെയ്യുക. അതിൽ നിന്നും നമ്മുടെ ഈ കാണുന്ന ബ്ലൂ ആരോ ഡ്രാഗ് ചെയ്ത് സെക്കൻഡ് ഫയലിലോട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു അതിൻ്റെ സെറ്റിങ്സ് എല്ലാം റൈറ്റ് ഹാൻഡ് സൈഡിലാണ്. അവിടെ വന്നിട്ട് കുറച്ച് സെറ്റിങ്സ് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. എന്ന് പറഞ്ഞാൽ ട്രിഗർ ടൈമിലായിരിക്കണം എന്ന് നോക്കണം. ഇതിൻ്റെ ഡിലേ എന്ന് പറയുന്നത് 0.2 സെക്കൻഡ്സ് ആണെന്ന് ഉറപ്പുവരുത്തണം. ദെൻ ഇത് ഓട്ടോ അനിമേറ്റഡ് ആണ് നോക്കുക. ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ സെക്കൻഡ് പേജ് ആയതുകൊണ്ട് 02 ആണ്.
ഇവിടുത്തെ ഈസിങ് എഫക്റ്റ് ഈസ് ഔട്ട് എന്ന് പറയുന്ന എഫക്റ്റിലായിരിക്കണം. അതുപോലെ തന്നെ ഡ്യൂറേഷൻ ഞാനിവിടെ ഒരു 0.4 സെക്കൻഡും അപ്ലൈ ചെയ്തു. ഓക്കെ ആ സെറ്റിങ്സ് നിങ്ങൾ ഇതേപോലെ തന്നെ കൊടുക്കുക. ദെൻ ഞാൻ സെക്കൻഡ് ഫയൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം വീണ്ടും ഇവിടുത്തെ ബ്ലൂ ആരോ കൊണ്ടുവന്ന് അടുത്ത പേജിലോട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ഈ നേരത്തെ കൊടുത്ത അതേ സെറ്റിങ്സ് തന്നെ ആയിരിക്കും ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ദെൻ തേർഡ് പേജിലേക്ക് ഞാൻ വന്നിട്ട് ആ ബ്ലൂ ആരോയെ ഫസ്റ്റ് പേജിലേക്ക് ഡ്രാഗ് ചെയ്ത് കണക്ട് ചെയ്യുന്നു. ഓർത്തിരിക്കുക, ഫസ്റ്റ് പേജിലോട്ടാണ് കണക്ട് ചെയ്യുന്നത്. കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ റൈറ്റ് സൈഡിലെ സെറ്റിങ്ങിൽ കുറച്ചൊരു മാറ്റം വരുത്താനുണ്ട്. അതിനകത്ത് ഓട്ടോ അനിമേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ട്രാൻസിഷൻ ആക്കി മാറ്റണം. ട്രാൻസിഷൻ ആക്കുകയും വേണം. ഈ അനിമേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത് നൺ ആക്കിയും കൊടുക്കണം. ഇത്രയും സെറ്റ് ചെയ്യുക. മൗസ് എടുക്കുക. നിങ്ങൾ ജസ്റ്റ് റൈറ്റ് ടോപ്പിലായിട്ട് ഡെസ്ക്ടോപ്പ് പ്രിവ്യൂ അഥവാ പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ കാണുന്ന ഒരു ട്രാൻസിഷൻ എഫക്റ്റ് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡിങ് പ്രകാരം നിങ്ങൾക്ക് കളർ മാറ്റാനോ ചിലപ്പോൾ മോഷൻ മാറ്റാനോ ഒക്കെ എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്കൊരു പ്രീലോഡർ അഡോബ് എക്സ്ടിയിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഡിസൈനേഴ്സ് ഓർക്കുക, നമ്മൾ അഡോബ് എക്സ്ടിയുടെ ട്യൂട്ടോറിയൽസ് ഇടയ്ക്കിടയ്ക്കായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചാനലിൽ അഡോബ് എക്സ്ടി എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ പോയി അഡോബ് എക്സ്ടി ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് നോക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് വീഡിയോ മുതലേ നിങ്ങൾ ഫോളോ ചെയ്ത് വരിക. നമുക്ക് അഡോബ് എക്സ്ടിയിലൂടെ ഒരുപാട് UI ഡിസൈൻസുകൾ ചെയ്യാനുണ്ട്. ഇതിൻ്റെ വളരെ ബേസ്മെൻറ്റ് ലെവലിലുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അഡോബ് എക്സ്ടി എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലെ എല്ലാ വീഡിയോസുകളും നിങ്ങൾ 1 by 1 ആയിട്ട് മാക്സിമം കണ്ടു വരിക. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ ചെയ്യാനുണ്ട്. അപ്പോൾ ഡിസൈനേഴ്സ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മറ്റ് ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഡിസൈൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.